സങ്കീർത്തനങ്ങൾ അധ്യായം 17. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. പരിശുദ്ധനായ കർത്താവേ, എൻ്റെ അപേക്ഷ ശ്രദ്ധിച്ചു കേൾക്കണമേ. വഞ്ചനയില്ലാത്ത എൻ്റെ അധരങ്ങളിൽ നിന്ന് പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ മേലുള്ള വിധി തിരുമുമ്പാകെ നിന്ന് പുറപ്പെടണമേ. നിന്റെ കണ്ണുകൾ സത്യം കാണണമേ. നീ എൻ്റെ ഹൃദയത്തെ പരിശോധിച്ചു, രാത്രിയിൽ എന്നെ ദർശിച്ചു, എന്നെ ശോധന ചെയ്തു. ദോഷം എന്നിൽ കണ്ടെത്തിയില്ലല്ലോ. മനുഷ്യരുടെ പ്രവർത്തികളെ കണ്ടിട്ടു അതര സംസാരത്താൽ എൻ്റെ വായ് അതിൽ ലംഘിച്ചില്ല. എൻ്റെ പാദങ്ങൾ ഇളകാതിരിപ്പാൻ നിന്റെ ഊടുവഴികളിൽ എൻ്റെ നടപ്പുകൾ നീ കാത്തു. ഞാൻ നിന്നെ വിളിച്ചു, നീ എന്നോട് ഉത്തരമരുളി. ദൈവമേങ്കലേക്ക് നിന്റെ ചെവി ചായിച്ച് എൻ്റെ വചനങ്ങൾ കേൾക്കണമേ. നിന്റെ വലത്തു കൈക്ക് വിരോധമായി നിൽക്കുന്നവരിൽ നിന്ന് നിന്നിൽ ആശ്രയിക്കുന്നവരെ രക്ഷിക്കുന്നവനെ, നിന്റെ പുണ്യവാനെ നീ അത്ഭുതമാക്കി തീർക്കണമേ. കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. എൻ്റെ നേരെ വിരോധം വിചാരിച്ച് എൻ്റെ ആത്മവൈരികളായി എന്നെ കവർച്ച ചെയ്ത പാപികളുടെ മുമ്പിൽ നിന്ന് നിന്റെ ചിറകുകളുടെ നിഴലിൽ എന്നെ മറയ്ക്കണമേ. നിഗളിച്ച് സംസാരിച്ച അവരുടെ വായ് പൊത്തണമേ. അവർ എന്നെ സ്തുതിച്ചു, ഇപ്പോൾ അവർ എന്നെ വളഞ്ഞ് ഭൂമിയിൽ എന്നെ ഇട്ട് കളയുവാൻ ദൃഷ്ടി വച്ചിരിക്കുന്നു. എന്നാൽ അവർ ഇരപിടിപ്പാൻ അന്വേഷിക്കുന്ന സിംഹം പോലെയും രഹസ്യസ്ഥലത്ത് പതിയിരിക്കുന്ന ബാലസിംഹം പോലെയും ആകുന്നു. കർത്താവേ, നീ അവരുടെ മുമ്പാകെ എഴുന്നേറ്റ് അവരെ മുട്ടുകുത്തിക്കണമേ. ദുഷ്ടന്മാരിൽ നിന്നും വാളിൽ നിന്നും എൻ്റെ ആത്മാവിനെ രക്ഷിക്കണമേ. കർത്താവേ, തൃക്കൈകളാൽ മരിച്ചുപോയവരിൽ നിന്ന്, പൊടിമണ്ണിലെ മരിച്ചവരിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ഈ ആയുസ്സിൽ നീ അവർക്ക് ഓഹരി കൊടുത്തു. നിന്റെ നിക്ഷേപങ്ങൾ കൊണ്ട് അവരുടെ വയറിനെ നിറയ്ക്കണമേ. മക്കൾ സമ്പൂർണന്മാരായി അവരുടെ മക്കൾക്ക് ശേഷിപ്പിക്കുകയും ചെയ്യട്ടെ. എന്നാൽ ഞാൻ പുണ്യത്തിൽ തിരുമുഖം കാണിക്കുകയും നിന്നിലുള്ള വിശ്വാസത്തിൽ ഉണരുമ്പോൾ തൃപ്തനാകുകയും ചെയ്യും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.